കഴിഞ്ഞു. പിന്നെന്താ? മാത്തച്ഛന് എന്നോടൊന്നും തോന്നരുത്. പഴയ റേറ്റിന് ലോഡ് കയറ്റണമെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ആരാടാ പറഞ്ഞത്? കൃഷ്ണൻകുട്ടിച്ചേട്ടൻ. കൃഷ്ണൻകുട്ടിച്ചേട്ടൻ അവന്റെ തന്തയുടെ വകയല്ല ഈ മട. നിന്റെ അമ്മയ്ക്ക് ശ്രീധരൻ കിട്ടിയതായിരിക്കും. നോക്കിക്കാ ലോഡ് കയറ്റടാ. കയറ്റാനല്ല പറഞ്ഞത്. കയറ്റാനല്ലടാ പറഞ്ഞത്. ഇവിടെ നിന്നൊരു ചീള് മെറ്റില് ഇനി നീ കൊണ്ടുപോവില്ല. ഞാൻ വന്നത് മുതലാളി പറഞ്ഞിട്ടാണ്. ഈ കരിങ്കൽ കോറി കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഞാനാണ്. മെറ്റൽ എന്ത് വിലയ്ക്ക് കൊടുക്കണം തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ്, നിന്റെ മുതലാളിക്കല്ല. എന്റെ മുതലാളി മെറ്റലെടുത്തില്ലെങ്കിൽ മെറ്റലെടുക്കാൻ ഒരു പട്ടി ഇനി ഇവിടെ വരില്ല. പേടിപ്പിക്കല്ലേ, ഇവിടെ വേറെ മുതലാളിമാരുണ്ട്. അവരാരും ഇങ്ങോട്ട് വരുമെന്ന് നീ കരുതണ്ട. ആരും വരാതെ ഇവിടെ കിടന്ന് ചീഞ്ഞു പോകുന്ന സാധനമാണെങ്കിൽ അതങ്ങ് ചീഞ്ഞു പോക്കോട്ടെ. എന്നാൽ ഈ വിലയ്ക്ക് ഇനി മെറ്റലല്ല പോണം. കൊടുക്കരുത് അവന്. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? പോയി ജോലി ചെയ്യടാ. അല്ലാതെ അല്ലത്. എന്താ മാത്തച്ച? കൃഷ്ണൻകുട്ടി മെറ്റൽ തരുന്നില്ല. എന്താ കാരണം? ഇപ്പൊ തരുന്ന വിലക്ക് തരാൻ പറ്റില്ല എന്ന്. പെട്ടെന്നെന്താ അവനിങ്ങനെ ഒരു മാറ്റം? അവന്റെ അഹങ്കാരം അല്ല എന്ന് തോന്നുന്ന. മുതലാളി തന്നെ വന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ വന്ന് അവനുമായി സംസാരിക്കാം. ഒരു ലോഡ് 1 ഇഞ്ച് മെറ്റലിന് 200 രൂപയാണ് എല്ലാവരും വാങ്ങുന്നത്. എനിക്ക് മാത്രം 175 രൂപ. ഈ വിലയ്ക്ക് മെറ്റൽ തരാനാവില്ലെന്ന് മുതലാളിയോട് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? ജോലിക്കാർക്കൊക്കെ കൂലി കൂടി. എനിക്ക് ലോഡ് ഒന്നിന് 200 രൂപ വെച്ച് കിട്ടണം. അതിലൊരു പൈസ കുറച്ച് ഞാൻ തരില്ല. ശരി മാത്തച്ച. എന്തോ? നീ ലോഡ് കയറ്റിക്കോ. അപ്പോ വിലയുടെ കാര്യം? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാണ്ടാ ലോഡ് കയറ്റേ. അവൻ മുതലാളിയെ വിളിച്ചോണ്ട് വന്നാൽ എന്റെ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ പേടിക്കുമെന്നായിരിക്കും വിചാരം. പേടിക്കും പേടിക്കും. ഒഴുകി 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 ഒഴിക്കാൻ. മതി. നിനക്ക് വേണോ മുട്ട? മുട്ട മുട്ട വേണോ? മുട്ട രണ്ട് മുട്ട. എന്താടാ നീലണ്ട, നിനക്ക് മുട്ടയില്ലെങ്കി ചാര ഇറങ്ങത്തില്ലയോ? അല്ലേ ചേച്ചി, ഈ ലൂപ്പും മുട്ടയും തമ്മിലുള്ള കോമ്പറ്റീഷൻ. അതെ അതെ, അങ്ങനെ പലതും ചേരും. അതെ അതെ, അത് ചേച്ചിക്കറിയാലോ. മതി, അതേ കുടിക്കണ്ട കൃഷ്ണൻകുട്ടി. ഇപ്പൊ തന്നെ നല്ല പിമ്പിരിയാ. അതെന്നാ പറച്ചില്ല ചേച്ചി, ഈ കണക്കിന് പോയാൽ ഷാപ്പ് കൂട്ടും. എല്ലാരും കുടിക്കുന്ന പോലാണോ എനിക്കെന്റെ കൃഷ്ണൻകുട്ടി കുടിക്കുന്നത്? അല്ലേടാ? എന്തോ മനസ്സിലായ മനസ്സിലായ. പിടിക്കണ്ട. ഈ കോലത്തിന് ഇനി വീട്ടിൽ പോകണ്ട, ഇവിടെ കിടന്നുറങ്ങാം. അത് ശരിയാ. ഇന്ന് നമുക്ക് 3 പേർക്കും കൂടി ഇവിടെ കിടക്കാം. ഇവനാ ആണ്. നീ ഇന്ന് പോണ്ട കൃഷ്ണൻകുട്ടി. നിനക്ക് വീട്ടിൽ ചെന്നിട്ട് ആരിയ്ക്കുന്നു? എനിക്ക് പോണം. ഇല്ല ഇല്ല ഇല്ല. നീ പോടാ, സൂക്ഷിച്ചു പോടേ കൃഷ്ണൻകുട്ടി. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കൂല, വിശപ്പില്ലാത്തവന് വാരിക്കോരി കൊടുക്കും. ഇതെന്തൊരു ലോകം! നീ പോടാ. പൂമാനം ഒന്നിരിക്കുന്നു. ഭൂമി കറങ്ങുന്നു
ഇറങ്ങുന്നുണ്ടോടാ വണ്ടേ അപ്പ സാറ് പറഞ്ഞത് നേരാടാ ആണേ കള്ളടിച്ചിട്ടല്ലേടാ കാലുറയ്ക്കാഞ്ഞല്ലേടാ ഭൂമിക്കും ലെവലില്ല നമുക്കും ലെവലില്ല അല്ലയോടാ മോങ്ങാനിരിക്കണ നായയുടെ മണ്ടയിൽ തേങ്ങ വീണടകൂവേ അയ്യയ്യേ മോങ്ങാനിരിക്കണ നായയുടെ മണ്ടയിൽ തേങ്ങ വീണടകൂവേ അരിയും തിന്നവനാശാനം കടിച്ചെന്നിട്ടും മുറുമുറുപ്പ് അവൻ എന്നിട്ടും മുറുമുറുപ്പ് അങ്ങനാണ് സംഗീതം അങ്ങനാണ് അരിയും തിന്നവൻ ആശാനം കടിച്ചെന്നിട്ടും മുറുമുറുപ്പ് അവൻ എന്നിട്ടും മുറുമുറുപ്പ് ഭൂമി ഇറങ്ങുന്നുണ്ടോടാ അപ്പ സാറ് പറഞ്ഞത് നേരാടാ ആണേ കള്ളടിച്ചിട്ടല്ലേടാ കാലുറയ്ക്കാഞ്ഞല്ലേടാ ഭൂമിക്കും ലെവലില്ല നമുക്കും ലെവലില്ല അല്ലയോടാ ഇല്ലേ മുടിനാരേഴായി കീറിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് മുടിനാരേഴായി കീറിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതില് നടക്കണമെന്നല്ലോടാ പറയണതെല്ലാരും ഇന്നും പറയണതെല്ലാരും അയ്യോ അമ്മോ തലയിരിക്കുമ്പം വാലാടുന്നോട പാലം വലിച്ചവനാരാടാ അറിഞ്ഞൂടെ തലയിരിക്കുമ്പം വാലാടുന്നോട പാലം വലിച്ചവനാരാടാ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങുല വാടാ നീലാണ്ട കേറി വാടാ നീലാണ്ട അങ്ങനാട്ട് വാടാ നീലാണ്ട കൂടെ വാടാ നീലാണ്ട ഭൂമി ഇറങ്ങുന്നുണ്ടോടാ അപ്പ സാറ് പറഞ്ഞത് നേരാടാ ആണേ കള്ളടിച്ചിട്ടല്ലേടാ കാലുറയ്ക്കാഞ്ഞല്ലേടാ ഭൂമിക്കും ലെവലില്ല നമുക്കും ലെവലില്ല അല്ലയോടാ ഇല്ലേ മനുഷ്യന് കള്ളു കുടിച്ചാൽ ബോധം വേണം. ഇവിടെ വരാൻ ഞാനാ വിളിക്കുന്നത്. ഇവിടെ വരാൻ അതേ സൂക്ഷിച്ചു പോണം. കുനി 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 കുനിഞ്ഞു പോണം. ഉത്തരത്തിൽ തലമുട്ടും. തലയിൽ കൈ വയ്ക്കരുത്. എന്റെ കണ്ണട പോയി, എന്റെ കൂളിംഗ് ഗ്ലാസ് പോയി. ഞാൻ കിടക്കൂല. അതെ, ഞാൻ കെട്ടിക്കാൻ പ്രായമായ ഒരു പുരുഷനാണ്. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പോവാ. അപ്പൊ ഞാൻ പോവും. കുടിക്കാൻ പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഇനിയും കുടിക്കാം. പക്ഷേ എന്നോട് കിടക്കാൻ പറയരുത്. മീനാക്ഷിയില്ലേ, ആ വെട്ടിരിമ്പ് അവളെ പറഞ്ഞിട്ട് പോലെ
ഞാൻ കിടന്നിട്ടില്ല. അത് വേറെ പ്രശ്നം. ഏ? ആ പ്രശ്നം. കൃഷ്ണകുട്ടി, വാ. എന്നെ പരീക്ഷിക്കരുതോ. ഞാൻ കിടക്കൂല. അത് കാര്യം വേറെ. ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് മാത്രമേ കിടക്കുള്ളൂ. എന്റെ അമ്മയുടെ അടുത്ത് മാത്രമേ ഞാൻ കിടക്കുള്ളൂ. എന്റെ അമ്മേ, അയ്യോ. കല്ല് വരട്ടെ. മതി വേണ്ട, അവിടെ വരട്ടെ. അത് അത്രയും മതി, അത്രയൊക്കെ മതി. എങ്ങനെയാണ് ടയറിന്റെ കണ്ടീഷനൊക്കെ സാറേ? അയ്യോടാ, കാല് പോയി. ഫുൾ എയറാ, ഫുൾ എയർ. എന്നാടോ രൂപ? പോട്ടെ, റൈറ്റ്. അടയെടുത്ത് മാറ്റി. അത് കൊള്ളാം. അതൊക്കെയുള്ള പരിപാടി. അത് കൊള്ളാം. മതിന്ന് പറഞ്ഞില്ലേ? പിന്നെ എടുത്തിട്ട് വേണം. കരിവണ്ടിയോ ഇത്? പോട്ടെ, റൈറ്റ്. പോട്ടെ. കണ്ണുമായി രണ്ട് ചീലും കല്ലെങ്കിലും പൊട്ടിക്കടാ. കണ്ണീ ചോരില്ലാത്ത വർത്താനം വല്ല കൃഷ്ണൻകുട്ടി ചേട്ടാ. ഞാൻ ലോറി കയറ്റിക്കൊണ്ടുവന്ന മെറ്റൽ മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് പൊട്ടിച്ചതാ. പൊട്ടിക്കും മെറ്റലല്ല. കണ്ണ് കാണാൻ വൈകി നാളെ മുതൽ മെറ്റലുടക്കാൻ ഇവിടെ വരണ്ട കേട്ടോ. എന്താ നീ പറയുന്നത്? കല്ല് വന്ന് വീഴുന്നില്ലേ? അത് മർമ്മത്താണെങ്കിൽ മനുഷ്യൻ വടിയാകാൻ അത് മതി. രുക്കു, എറിഞ്ഞു വാട്ടാതടി, കയറി പറയടി. ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീയൊന്നും ചെയ്തില്ല, ചെയ്യാത്തതിന്റെ കുഴപ്പമാ. എന്താടാ ഇവിടെ? അയ്യോ, ഞാൻ ഇവളോട് കുറച്ച് കുറുന്തോട്ടി കിട്ടുമെന്ന് ചോദിച്ചാണ്. ആർക്കാടാ കുറുന്തോട്ടി? നിന്റെ അമ്മയ്ക്ക് വെള്ളം കാറ്റാനോ? എന്ത് കാറ്റാനും അമ്മ സമ്മതിക്കൂലല്ലോ. ഇങ്ങനെ ഒരു വൃത്തിയായിട്ട തള്ള. എടി പണ്ണേ, ചില്ലടിക്കാൻ വരുന്നൊക്കെ കൊള്ളാം. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ ചെറുക്കനെ വളച്ചെടുക്കാൻ നോക്കരുത്. എട്ടും പൊട്ടും തിരിയാത്ത പയ്യനാണ് പോലും. ഇവിടെ കാട്ടിക്കൂട്ടുന്നൊക്കെ പറയട്ടെ. എന്താണ് നീലാണ്ട? ഒന്നുമില്ല, എന്റെ കണ്ണട എവിടെയോ പോയി. കൃഷ്ണൻകുട്ടി എന്ത്? അതേ നിൽക്കുന്നേ. കൃഷ്ണൻകുട്ടി, ഇങ്ങ് വന്നേ. നിന്നോടൊരു കാര്യം പറയാനാ ഞാൻ വന്നത്. നിനക്ക് വയസ്സ് എത്രയായിന്നാ നിന്റെ വിചാരം? ഞാൻ കണക്കെടുത്തിട്ടില്ല. ചൊല്ലിലും ചോവിലും മറുപടി പറയടാ. കാര്യം എന്താ പറ? നിനക്ക് പറ്റിയ ഒരു പെണ്ണൊരിടത്തുണ്ട്. എന്തിനാ? പെണ്ണെന്തിനാ? കെട്ടാൻ എനിക്ക് ആരാ പെണ്ണ് വരുന്നത്? നിനക്ക് എന്താടാ ഒരു കുറവ്? നീ ആണല്ലേ. നമുക്ക് നാളെ അക്കരെ വരെ ഒന്ന് പോണം. നിനക്ക് ചേർന്ന പെണ്ണ, നല്ല അടക്കോ ഒതുക്കുള്ള പെണ്ണ്. എനിക്കിപ്പോ പെണ്ണൊന്നും കെട്ടണ്ട. അത് പറ്റില്ല. വയസ്സും പ്രായമൊക്കെ ആവുമ്പോ നമുക്ക് സഹായത്തിനൊരാൾ കൂടിയേ തീരൂ. കാശും പണം കൊണ്ട് അത് വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല മോനെ. താലി കെട്ടിയ പെണ്ണിനെ അത് കഴിയൂ. നാളെ ഞായറാഴ്ചല്ലേ, രാവിലെ നമുക്ക് അക്കരയ്ക്ക് പോകാം. വേണമെങ്കിൽ നിനക്ക് പറയാനും കാണാനുള്ള ആരെയും കൂടി വിളിച്ചോ. ശരി. അമ്മോ, അതേ കൃഷ്ണൻകുട്ടി ചേട്ടൻ പെണ്ണേട്ടാ മോളെ. കൃഷ്ണൻകുട്ടി ചേട്ടൻ പെണ്ണ് കെട്ടിച്ചേ. നാളെ കൃഷ്ണൻകുട്ടിച്ചേട്ടന് പെണ്ണ് കാണാൻ ഞാനും വരും. വേണ്ട. വെട്ടിരമ്പ് മീനാക്ഷിയെ കൊണ്ടുപോകാമെങ്കിൽ എന്നെ കൊണ്ടുപോകണം. വേണ്ട, നീ വരണ്ട. മീനാക്ഷിയെ പെണ്ണ് കാണാൻ കൊണ്ടുപോകുന്നത് നമുക്ക് ചീത്തപ്പേരാണ് ചേട്ടാ. അത് സാരമില്ല. അതല്ലേ ചേട്ടാ, വെട്ടിരിമ്പിനെയും കൊണ്ട് പെണ്ണിന്റെ വീട്ടിൽ ചെല്ലുമ്പോ പെണ്ണിന്റെ അച്ഛനോ ആങ്ങളെയോ ആരെങ്കിലും വെട്ടിരിമ്പിന്റെ പറ്റുപടിക്കാരായിരുന്നാൽ കല്യാണം കലങ്ങും. ഞാൻ പെണ്ണ് കെട്ടണമെങ്കിൽ മീനാക്ഷി കണ്ട് ഉറപ്പിക്കണം. മീനാക്ഷിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാൻ പെണ്ണ് കെട്ടൂ.
എന്നാ ആയിക്കോ. പക്ഷെ കല്യാണം കലങ്ങരുത്. കല്യാണം കലങ്ങരുത് പറഞ്ഞേക്കാം. നടക്ക ആ നടക്ക. എവിടെ? ഞാൻ വരാം. ഓ ഞാൻ വരാം. അതിനെന്താ കുഴപ്പം? എന്നാൽ വെട്ടിരുമ്പിനെ കൊണ്ടുപോകാതിരിക്കാൻ ഓർത്തില്ല അല്ലേ? അവിടെ ഇവിടെ സൂക്ഷിക്കണം സൂക്ഷിക്കണം. പതുക്കെ പതുക്കെ പതുക്കെ. ഉമ്മറക്കോലയാണ്. തലമുട്ടും തലമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഉമ്മറക്കോലയെ എനിക്കറിയാം. എനിക്ക് ഉമ്മറക്കോലയെ അറിയാം. അതായത് സ്വാമിയെ എനിക്കറിയാം, എനിക്ക് സ്വാമിയെ അറിയാം. കാലത്രായി ഞങ്ങളത് കാണാൻ തുടങ്ങിയിട്ട്. അല്ല അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമല്ല. അന്നൊക്കെ അതായത് ഇവിടെ കിടന്ന് ഉറങ്ങിക്കളയരുത്. നാളെ അക്കരെ പെണ്ണ് കാണാൻ പോകേണ്ടതാണ്. എനിക്ക് വേണ്ട പെണ്ണല്ലേ? നീ രാവിലെ ഇങ്ങ് വന്നാ മതി. അതൊന്നും അപ്പൊ ഞാൻ പോട്ടെ. നാളെ പിടിക്കണം. രാത്രിയിൽ യാത്രയില്ല. ഗുഡ് നൈറ്റ്. നാളെ കൃത്യം 10 മണിക്ക് കുളിച്ച് റെഡിയായി ഞാനിവിടെ വരും. എന്റെ അമ്മ സത്യം, ഞാൻ പറഞ്ഞാൽ വാക്കാണ്. നാളെ കൃത്യം 10 മണിക്ക് ഇവിടെ വരും. ഞാൻ ഉറങ്ങിക്കളയരുത്. ഏട്ടാ നീലാണ്ട, ഇപ്പൊ നിന്നെ കണ്ട നീയാണോ മണവാളൻ തോന്നുവല്ലോ. ഒന്ന് പോ മീനാക്ഷി. കൃഷ്ണൻകുട്ടിച്ചേട്ടന്റെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോ നീലാണ്ട അലവലാതിയായിട്ട് എന്നാൽ അതിന്റെ കുറവ് കൃഷ്ണൻകുട്ടിച്ചേട്ടനല്ലേ? അല്ല കൃഷ്ണൻകുട്ടിച്ചേട്ടാ? അച്ചോമാവാ, പെണ്ണെങ്ങനെയാ? നല്ല കണ്ടീഷനാണോ? എല്ലാ കൂട്ടമൊക്കെ ഉണ്ടോ? നീ പെണ്ണിനെ ഒന്ന് കണ്ടു നോക്കും മീനാക്ഷി. ആ. ആ മുഖത്ത് നോക്കിയാ പിന്നെ കണ്ണിലക്കില്ല. ആ. ഐശ്വര്യ കണ്ടില്ലേ ഇവനൊന്നും മിണ്ടാതിരിക്കുന്നേ? കൊള്ള. എന്നാ ഇനി സമയം കളയണ്ട അല്ലേ? അത് ശരിയാ. മോളെ ഇങ്ങ് വിളിച്ചാട്ടെ. അവളെ ഇങ്ങ് വിളിക്കും. എടാ കൃഷ്ണൻകുട്ടി, എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ വേണം. ഞങ്ങള് മാറിത്തരാം. എനിക്കൊന്നും ചോദിക്കാനില്ല. മണവാള ചെറുക്കൻ ഒന്നും ചോദിച്ചില്ലെങ്കിൽ പെണ്ണ് വിചാരിക്കും ഇയാളെ ഇത് മക്കാണ്. എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ കൃഷ്ണൻകുട്ടി. എടാ ചുമ്മാ അവന് ചോദിക്കാൻ നാണമായിരിക്കും. നമുക്ക് ചോദിക്കാം. എടാ, 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 പെണ്ണ് വരുന്നു. മോൾ ഇങ്ങനെ തല കുനിച്ചിരുന്ന ചെക്കനെ കാണണ്ടേ? ഇതാണ് ചെക്കൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആവാം. രാജമ്മ ഏത് സോപ്പ് തേച്ചാ കുളിക്കുന്നേ? അതിന് എന്നെ എന്തിനാ ഇങ്ങനെ ചവിട്ടുന്നേ? വെളുത്ത് ചൊകാന്നിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചതാ, സിനിമാ നടികൾ തേക്കണ സോപ്പിട്ട് തേച്ച് കുളിച്ചതുകൊണ്ടാണോ ഈ നിറമെന്ന് അറിയാനാ ചോദിച്ചേ. മിണ്ടാതിരിടാ. ഞാൻ മീനാക്ഷിയാ, കൃഷ്ണൻകുട്ടിയുടെ വകയില് ഒരു ചേച്ചിയാ. വകയിൽ വെച്ചാൽ സ്വന്തം ചേച്ചിന്ന് വെച്ചോ. കേട്ടിട്ടില്ലേ? വെട്ടിരുമ്പ്. വെട്ടിരുമ്പ് പോലെ തന്നെയാ മനസ്സും. ചേച്ചി അറിയാത്തവരാ ഞങ്ങളുടെ കരയിൽ ആരുമില്ല. അത്രയ്ക്ക് ഫേമസാ. ഫേമത്തെ ഇത് വെപ്പുമുടിയാണോ? സാധാരണ ഇത്രയും മുടിയുള്ളതൊക്കെ വെപ്പുമുടിയായിരിക്കും. ഏതായാലും ഇത് സ്വന്തം മുടി തന്നെയാ. മീനാക്ഷി ഇവിടെ വന്നിരുന്നേ. നിനക്ക് വല്ലതും ചോദിക്കാനുണ്ടോ കൃഷ്ണൻകുട്ടി? ഇല്ല. എന്നാ മോള് പൊക്കോ, ഞങ്ങൾ ഇറങ്ങട്ടെ. എല്ലാം പറഞ്ഞ പോലെ 10-ാം തീയതി കല്യാണം. ശരി.